നമുക്കേവർക്കും പ്രിയകരായി മാറിയ ലാല മലപ്പുറവും നസീർ ഷിക്കുവും സഫ്വാനും എന്നിവർക്ക് സ്റ്റേജിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹലോ. കൊമ്പങ്കാട് പോയ അസ്സലാമലൈക്കും. നമസ്കാരം. എന്തായാലും നമ്മളെ പരിപാടിന്റെ കുറച്ച് നേരത്തിന് ഇതൊന്ന് ആങ്കറായിക്കാം. കുറച്ച് നേരത്തിന് നമ്മളെ കൊമ്പങ്കാട്ടത്തെ പെൺപുലി കുറച്ച് നേരത്തിന് ആങ്കറായിട്ട് നമ്മളൊക്കെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞിട്ട് ഒന്ന് കട്ടക്ക് നിർത്തിക്കാം. ഹലോ, ഹായ്, സുഖാണ് എല്ലാവർക്കും? അപ്പോ നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളൊക്കെ കുറെ ചിന്തിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന നമ്മുടെ ലാല മലപ്പുറം നസീർ ഷിക്കു ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പടക്കം പടുന്ന പോലത്തെ കയ്യടി ഞങ്ങൾക്ക് തരുമോ? ഓക്കെ. എന്തായാലും നമ്മുടെ കുറ്റിപ്പുറം നോർത്ത് സ്കൂളിന്റെ 83ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 3 ആൾക്ക് ഇവിടെ വരാൻ പറ്റി. ഇത്രയും പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റി. നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ നന്ദി ഞങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കല്ലേ? ലാലന്റെ നിങ്ങളെ സ്വന്തം കൊമ്പങ്കാട് കോയൊക്കെ എത്ര ഫാൻസ് ഉണ്ടെന്ന് കൈയടിച്ചേ. കൈയടിക്കട്ടോ, കൈയടിക്കണേ. യെസ്. അപ്പൊ നമ്മളെ കുഞ്ഞാപ്പൂന് എത്ര ഫാൻസ് ഉണ്ട്? അടിപൊളി. അപ്പൊ നമ്മള് പൊളിക്കല്ലേ? ഓക്കെ. അപ്പൊ ലാലക്ക് നമ്മളെ സ്വന്തം കൊമ്പങ്കാട് കോയൊക്കെ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടാലോ? കുറെ ആൾക്കാർക്ക് ഞങ്ങൾ ഈ വേഷത്തിൽ വന്നാൽ ചില അറിയുണ്ടാവില്ല, നിരപ്പിച്ചിട്ട് വേണ്ട ഒരു പേരാണ്. എന്നാലും എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളെ LP സ്കൂളിന്റെ കുറ്റിപ്പുറം നോർത്ത് 85ാം വാർഷികം ഗാല 2K26 അല്ലേ? അപ്പൊ ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ, നമ്മളെ ഈ സ്റ്റേജിൽ എത്തിച്ച ആൾക്കാരെ നമ്മളെ ലൈക്ക് ചെയ്ത് നമ്മളെ കമന്റിലൂടെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ച ആൾക്കാരെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ അപ്പൊ നല്ലൊരു കൈയടി നിങ്ങൾ തന്നെ അടിച്ചോളി. കാരണം അത് പറയാനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്താണോ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മള് എവിടൊക്കെ എന്തൊക്കെ എത്തിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരാം. കുഞ്ഞപ്പോ നമ്മൾ എവിടൊക്കെ ഇവരെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ എവിടൊക്കെ എത്തിക്കണം അത് പറഞ്ഞ. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആയോ? മാന്യ സദസ്സിന് വന്ദനം ഒക്കെ പറയൂത്തില്ലേ? അപ്പോ എല്ലാരും നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരല്ലേ? ഇത്രയും നേരം ഞങ്ങളെ കാത്തല്ലേ തന്നീനെ? അപ്പൊ ഇനി അടിച്ചു പൊളിക്കണ്ടേ? നിങ്ങളെ വീഡിയോ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് എന്തായി? നിങ്ങളെ ലൈക്കും ഷെയറും കമന്റും കുറെ സ്റ്റേജിൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബറും ലൈവായിട്ടപ്പോ ഇവിടുന്ന് അടി കിട്ടൂട്ടോ. ഇവര് പൊട്ടിച്ചത് കൈയൊന്നിച്ചാളി. അപ്പൊ ഒന്ന് ശരിയാക്കാം. ഇതൊന്ന് പറഞ്ഞു തീർത്തി. അപ്പൊ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോണ്ട് എന്തായി? ഞങ്ങള് രണ്ടാളും കൂടിയിട്ട് ഒരു 5 സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതില് വേറൊരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാ, അതിന് ഫസ്റ്റ് അഭിനയിച്ചത് ഇപ്പച്ചിയാണ്.
ഇപ്പച്ചിന്റെ പടത്തിന്റെ പേരാണ്. അല്ല, പേര് പറയണം. പേര് പറയണം. അല്ലല്ല, അത് നടക്കും. അത് വേണമെന്നില്ല. അത് എന്ത് പരിപാടിയാണ്? അപ്പൊ ആ പേരാണ് പെണ്ണ് കേസ്. അത് ചിരിക്കണ്ട. അതില് അജു വർഗീസ് നായകനായി നമ്മളെ നിഖില വിമല്, ആ, രമേഷ് പിഷാരടി, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുടെ അതിൽ ചെറിയൊരു വേഷം ഞാനും ചെയ്തിട്ടുണ്ട്. ആ പടം റിലീസായി. നിങ്ങൾ ആരെയും കണ്ടോ? കണ്ടവര് എത്ര പേരുടെ കൈവയ്ക്ക? എന്റെ പച്ചിനെ കണ്ടവരൊന്ന് കയ്യടിച്ച. അപ്പൊ അങ്ങനെ മൂപ്പര് പടം ഇറങ്ങി. അടുത്തത് ഞാൻ പറയാം, ബാക്കിയുള്ള ഞാൻ പറയാം. ഇവര് പടം ചെയ്തിട്ടുണ്ട്. മഹേഷിന്റെ കിണറ് ഇറങ്ങാൻ പോകുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പടം ചെയ്തു. നമ്മൾ ഈ ഇങ്ങനെ തോള് പിടിച്ചതും ഇവർക്ക് അത്ര ഇതല്ല. കാരണം എന്താണോ, ഇവരെ കണക്കില് നമ്മൾ ഫുൾ ടൈം കച്ചറയാണ്. ടോമാഞ്ചേറി. സത്യം അല്ല, ഞാനങ്ങനെ തച്ചുകൂട് നടക്കല്ലേ. അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികളൊന്നും എന്റെ അടുത്തേക്ക് വല്ലാതെ വരാത്തത്. അപ്പൊ എന്തായാലും ഇപ്പൊ രണ്ടാമത് ചെയ്ത പടം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ചെയ്തത്, ബോള ഗോളം. പിന്നെ ഇവൻ ടെർബി എന്നുള്ള ഒരു പടം, അല്ലെ, ടെർബി എന്നുള്ള ഒരു പടം ചെയ്തു. അങ്ങനെ ഒരു 3-4 പടത്തില് ഞങ്ങൾക്ക് ചെയ്യാൻ ചാൻസ് കിട്ടി. അതിപ്പോ അതിന്റെ കാരണം പറയണത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ടോട്ടാണ് എന്നുള്ളത്. അപ്പോ ഈ വേദിനെ വെച്ചിട്ട് ആദ്യം നിങ്ങളോട് ഒരു നന്ദി പറയണേ. നന്ദി, താങ്ക് യു കേട്ടോ. അപ്പൊ ഇനി അതിനെ അടിച്ചു പൊളിക്കല്ലേ? അതിനല്ലേ കാത്തുക്കളെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് തന്നെ കൊമ്പങ്ങാട് തറവാട്ടിന്ന് ഇപ്പച്ചിയും മമ്മൂട്ടിയും അല്ല മോൾ ടീം ഞാനും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളെ കൊമ്പങ്ങാട് തറവാട്ടിലെ ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കൂടെ പാടോ? ഉറപ്പാണോ? റെഡിയല്ലേ? കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണ്, കൊമ്പത്തിരുന്ന് പാടണ്. ഈ കുട്ടിയൊക്കെ നല്ലൊരു കൈയടി കൊടുത്തേ. ഈശ്വര പ്രാർത്ഥന നല്ല ഭംഗിയോട് കുട്ടികളാണ് നമ്മളെ പ്രേക്ഷകർ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുട്ടികൾ മാത്രല്ല, പ്രായമുള്ള കുറെ ആൾക്കാരും അല്ലേ? അതില്ലെന്നല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണോ, ഞാൻ ഇപ്പൊ എനിക്കൊരു സൂത്രം കാണിച്ചു തരാം. കുട്ടികളെ നിർബന്ധിച്ചിട്ട് എത്ര രക്ഷിതാക്കളോട് വന്നു ഒന്ന് കൈ ദിശാണി കണ്ടക്ക, ഓരോരുത്തരും പൊന്നിച്ചു കണ്ട. കുട്ടികളെ നിർബന്ധിച്ചു, കുട്ടികളെന്നെ പൊന്നിച്ചാൽ രക്ഷിതാക്കളാണ് പറഞ്ഞിട്ട് വരും. അപ്പൊ ഓര് നിർബന്ധിച്ച് വന്ന ആൾക്കാരെ കയറി പോയി 3/4 ആൾക്കാരും അല്ലേ? അപ്പൊ എന്തായാലും ഫുള്ള് കളറാക്കാം. മോളുടെ ലേശം നേരം കൂടെ ഒന്ന് ആങ്കർ ചെയ്യും. ഉഷാറല്ലേ? സത്യം പറഞ്ഞാല് ഞാനിവിടെ കോട്ടക്കൽ തന്നെയാണ്. തീർച്ചയായിട്ടും കോട്ടക്കൽ പറമ്പലങ്ങാടിയാണ് കേട്ടോ എന്റെ വീട്. ഈ സ്കൂളില് 2ാമത്തെ തവണയാണ് ഞാൻ വരുന്നത്. ആദ്യത്തെ ഒരു തവണ ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് 2ാമത്തെ തവണയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ടക്കലിലെ ഒരുപാട് ആളുകളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മുടെ കുറ്റിപ്പുറം നോർത്ത് സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ. തീർച്ചയായിട്ടും ഇന്ന് ഉയർന്ന ഒരുപാട് ആളുകൾ, പല മേഖലയിലും ഉന്നത വിജയം നേടിയിട്ടുള്ള ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങിയ ഒരു സ്കൂൾ കൂടിയാണ്. ഒരു പറ്റം ആളുകൾ, ഒരു 100 നൂറ്റാണ്ടിലേറെ ആളുകളെ വിദ്യാഭ്യാസം പഠിപ്പിച്ച, സാംസ്കാരിക രംഗത്ത് ഒരുപാട് വളർത്തിയെടുത്തിട്ടുള്ള ഒരു സ്കൂൾ കൂടിയാണ് നമ്മുടെ കുറ്റിപ്പുറം നോർത്ത് എന്ന് പറയുന്നത്. എന്തായാലും ഇതിന്റെ സംഘാടകർക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഗംഭീര കയ്യടി കൊടുത്തേ മതിയാവുള്ളൂ. ഇത്രയും പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു സദസ്സിൽ ഇത്രയും ആളുകൾ, ഇത്രയും നാട്ടുകാരല്ലേ, തീർച്ചയായിട്ടും ഇത്രയും ആളുകൾ ഉണ്ടാവുന്നുള്ള നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അത്രയും ഇവിടുത്തെ രക്ഷിതാക്കളും പാരന്റ്സ്, PTA, മറ്റംഗങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ സ്റ്റേജില് നമ്മളെ ഒരുപാട്, നമ്മുടെ ചെയർമാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് കൗൺസിലേഴ്സ്, കാര്യങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാരെയും ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമ്മള് ഉഷാറാക്കല്ലേ, പൊളിക്കല്ലേ? കുഞ്ഞാപ്പൂന്റെ മിമിക്രി കേക്കണ്ടേ? എന്തൊക്കെയാ പറയണത് പച്ചിയെ? ഇവർക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചാൻസ് നമുക്ക് കൊടുത്താലോ അല്ലേ? കൊടുക്കാം. അടി അത് മാത്രമേ ചോദിക്കാനുള്ളൂ. എന്നാ ഒന്നും നോക്കണോ, നമ്മളെ മിമിക്രി തുടങ്ങിക്കോ. നടക്കണേ ചെത്ത് മനസ്സിലാവില്ലല്ലോ. ഒന്നും ചോദിച്ചില്ല, പിന്നെന്താ? ഓൾക്ക് അടി മാത്രം വേണ്ടേ? എനിക്ക് അടി വേണോ? പിന്നെ വേണ്ട. ഏതായാലും മിമിക്രി ഇഷ്ടമാണോ എല്ലാവർക്കും? ഞാൻ പറയണ സൗണ്ട് നിങ്ങൾ പറയണ എടുക്കൂലേ? എടുക്കോ? പിന്നെന്താ? എന്തോ അതിനല്ലേ നിങ്ങൾ എന്നെ വളർത്തിക്കണേ. കറക്റ്റ് ആയി കഴിഞ്ഞാൽ കൈയടിക്കാൻ മടിക്കരുത് കേട്ടോ.
സെറ്റല്ലേ? നമ്മളെ മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമല്ലേ, അതില് കുതിരവട്ടം പപ്പുച്ചേട്ടൻ സൗണ്ട് സൗണ്ട് ഒന്ന് എടുക്ക്. കുതിരവട്ടം പപ്പച്ചേട്ടൻ മണിച്ചിത്രത്താഴ്. ഓക്കെ, കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അടിപിടുന്നത് കിട്ടും. ഓക്കെ, കറക്റ്റ് ആയാലും പല കയ്യടിയും കിട്ടും. ഉറപ്പാ? ആ ഓക്കെ, അതാണ്. കൈയടിക്കണം കേട്ടോ. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴത്തിന് അസമയത്തോളം നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുഴിച്ചിട്ടുണ്ട്. എന്റെ തകിട് അത്ര മോശമൊന്നല്ല. പിന്നെ ഇവിടെ കുറെ മക്കൾ ഇങ്ങനെ നിക്കണോണ്ട് ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് കാണാൻ പറ്റണില്ല എന്ന് പറയണ്ടേ. മക്കൾ ഒന്ന് ഇരുന്നിട്ട് സഹകരിക്കോ. ബാക്കിലൊക്കെ കുറെ ആളുകളുണ്ട്, അപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ലെവലില് നിങ്ങളൊന്ന് ഇരുന്നാണെങ്കിൽ ബാക്കിലൊക്കെ കുറെ വല്യന്മാരുണ്ട്. തന്നെ കാണാൻ നിൽക്കുന്ന കുറെ വല്യന്മാരുണ്ട്. ഒന്നാ നിങ്ങൾക്ക് ഇരുന്നോളി, നിങ്ങൾക്കൊക്കെ കാണാം. ഓക്കെ, ഇനി അടുത്തത് മോൾട്ട് പറഞ്ഞോ. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ. നീ മോൾട്ട് ഇഷ്ടമല്ല. MIT മൂസ് കണ്ടിട്ടുണ്ടായിരുന്നോ? നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? അതിലെ പാത്തൂന്റെ സൗണ്ട് എടുക്കാൻ പറ്റുമോ എനിക്ക്? ഒന്ന് കാണിച്ചു കൊടുക്കേ. മീൻകാരൻ മൂസ് ഇന്നെ കെട്ടിയതിന്റെ സമ്മതം ഉണ്ടായിട്ടോ. ഇന്നൊക്കെ ദുർഗാഷ്ടമി അന്നെ നമ്മള് കൊന്നേ, അന്റെ രക്തത്തെ നമ്മള് കുടിച്ച് ആ ഒറ്റ മൂസക്കായേ മാണ്ടാന്നൊന്നും പറയില്ലേ. ജഡ്ജസ് കുത്തിരിക്കൊണ്ടേ. ഇനി വേണോ? ഇനി പറ കൊടുക്കുക. ഞാൻ ഒരു കാര്യം പറയാം. മറ്റേ നമ്മളെ അയ്യപ്പനും കോശി പടം ഇല്ലേ? അയ്യപ്പനും കോശി കണ്ടിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ ആ പടത്തില് നെഞ്ചിയമ്മ എന്നാണ് ആളുണ്ട്, ആ പാട്ട് പാടി. അപ്പൊ ഞാൻ ഒരു കാര്യം, ഒരു ക്യൂട്ട് തരാം, അതിൽ തുടങ്ങിയാ മതി. നെഞ്ചമ്മനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഓക്കെ അല്ലേ? അപ്പൊ സെറ്റല്ലേ? നെഞ്ചിയമ്മക്ക് കൊമ്പക്കാട് പോയതാന്നറിയോ? ഇല്ല മോനെ. നെഞ്ചിയമ്മ പാടിയ പാട്ട് ഏത് പടത്തിലെന്നറിയോ? എൻ്റെയാണോ? எங்களுக்கு பாட்டுன்னா ரொம்ப பிடிக்கும். நான் அந்த பாட்டு பாடி தராவே. கலங்காத சந்தன மேற வதுவோக பூத்திருக்கோ, பூ பறிக்கா போகில முதின நாத்தமக்கில போ. தானானே தானி நானே தானானே தானினே, தானானே தானி நானே தானானே தானினே. അത് ഇഷ്ടപ്പെട്ടു അല്ലേ? കലക്കി. അപ്പൊ നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എടുക്കാം. ഒരു ചെറിയ നറുക്കെടുപ്പ് ഉണ്ട് കഴിഞ്ഞിട്ട് പാട്ടും ഡാൻസും ഒക്കെ കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസമായിട്ട് കളറാക്കാൻ പോവാണ്, ആഘോഷാക്കാൻ പോവാണ്. ടീച്ചറെ ഒന്ന് അടി അറിയണ്ടായി. അടി നമുക്ക് അടിക്കാൻ നറുക്കെടുപ്പ് പോയിട്ടോട്ടെ. ഒരു പണിയുണ്ട്, നമ്മളെ കൊമ്പക്കാട്ടത്തെ പെൺപുലി എടുത്താലോ? ഗാലാറ്റു K26ന്റെ ഭാഗമായി നമ്മൾ KG വിദ്യാർത്ഥികൾക്കായി 2025-26 അധ്യയന വർഷത്തിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ബമ്പർ നറുക്കെടുപ്പ് നടത്തുന്നത് ലാല മറപ്പുറം, ഫിദ സഫാൻ, നാസിർ ഷിക്കു എന്നിവരെ ക്ഷണിക്കുന്നു. നറുക്കെടുത്ത് പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷിതാവും വേദിയിലെത്തി സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. അപ്പൊ കൊമ്പക്കാട്ടത്തെ പെൺപുലി 3 എടുക്കാണ്ട് 3 ആക്കുണ്ട്. ഫസ്റ്റ് മോൾഡി പിങ്ക് ആണ്, പിങ്ക് കളറാണ് നോക്കണ്ട. ഞാൻ വായിക്കാം. ഓടെടുത്ത് കൊടുക്കേ. ഇംഗ്ലീഷാണ്. പെട്ടു പെട്ടു അള്ളാന്നോ? വായിക്ക് വായിക്ക്. മുണ്ടല്ലേ മുണ്ടല്ലേ മുണ്ടല് കൊണ്ട് വായിച്ചേ വായിച്ചേ. ഐനോ? ഐസോ? ആയിഷ. 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 ഐസാണോ? ആയിഷ മഴ. ആയിഷ മഴേ. ജ്യൂസ്. ആയിഷ ജ്യൂസോ? അങ്ങോട്ട് കൊടുത്താ. ആയിഷ ജസാ സി. മുഹമ്മദ് മുഹമ്മദ് ഷാഫി. ആളിവിടെ ഉണ്ടോ?
ആയിഷ ജസാസി ഡോട്ടർ ഓഫ് മുഹമ്മദ് ഷാഫി. ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനൊന്നും വിളിച്ചാ വരില്ല. ആഴ്ച മോളെ, ആയിഷേ, ആഴ്ച കുട്ടിയെ ഇവിടെ ഉണ്ടോ? പോയി. പോയോ? അതുവരെ എന്താ ചെയ്യാ? ഗിഫ്റ്റ് അവരെ കൊടുക്കും. കുഴപ്പമില്ലല്ലോ. ആ സെക്കൻഡ് രണ്ടാമത്തെ എടുക്കാം. രണ്ടാമത്തെ നമ്മളെ കൊമ്പക്കാട്ടിലെ തല തെറിച്ച പിള്ള ആളിവിടെ ഉണ്ട് എന്നാ പറഞ്ഞേ. ആളിവിടെ ഉണ്ട്. ആയിഷ. ആയിഷ വന്നോ? വരി വരി. ഓൾക്കാ മറ്റേ ബീജമാണ് ഇട്ട് കൊടുക്കണ്ടേ. ഏത്? അതോ വരവായി നീ. ആയിഷ ജസ ഡോട്ടർ ഓഫ് മുഹമ്മദ് ഷാഫി ഏലാന്തി. ആയിഷ ഓൺ ദ സ്റ്റേജ്. किधर है? आयशा जसा डॉटर ऑफ मोहम्मद शाफी एलांदी. आपो നല്ലൊരു കൈയ്യടി കൊടുക്കി. ആയിഷ കുട്ടിക്ക് നല്ല കൈ കൊടുത്തു. വെരി ഗുഡ്. ഇത് കുഞ്ഞാപ്പ് മുടിയെട്ടിയ മാരികളെ കെട്ടിയിട്ടുണ്ട്. കുമ്മടി കുമ്മടി. കുട്ടി സമ്മാനം ഉണ്ട് എനിക്ക്. ഓന്റെ ഇപ്പൊ ചെരുവ് കൊടുക്കേ അല്ലെങ്കിൽ ഓക്കെ. നമുക്ക് രണ്ടാമത്തെ വിന്നറെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കൊമ്പൊക്കെയുള്ള തല തുറച്ച പിള്ള ഫ്രണ്ട് അടുത്ത നിങ്ങളല്ലേ എടുക്കണേ? അല്ല ഞാൻ എൻട്രി പറയാം. രണ്ടെണ്ണം എടുക്കല കേട്ടോ. ഒന്ന് എടുത്താൽ മതി. ഇവിടെ കച്ചറ തീർത്താൽ തീരൂല. ആ ടോക്ക ഒന്നും എടുക്കേ. ഞാനത്തെ കാട്ട്. അതും ഇംഗ്ലീഷ് തൊട്ടു. തല തിരിച്ചാ പിടിച്ചിട്ടുണ്ട്. ഫാത്തിമ. ആ ഫുള്ള് വായിച്ചപ്പോ ഫാത്തിമ. ആ അതന്നെ അതറിയാം. ഷൈസ ഫാത്തിമ ഷൈസ KP ഡിഒ ജാഫറാണ്. ജാഫർ സദത്ത് ചത്തമ്പുരാനെ കോഴിപ്പറമ്പൻ. മോൾട്ടി ഒന്ന് വായിച്ചു കണ്ട് കാര്യം പറഞ്ഞ. ഫാത്തിമ ഷൈസ KP ഡോട്ടർ ഓഫ് ജാഫർ സാദത്ത്. യെസ് കറക്റ്റ്. അതിന്റെ അടിയത്തും കൂടി വായിച്ചാ. ഇപ്പം വിളിച്ചാൽ ഇവിടുന്ന് ആൾക്കാർ വെച്ചു തോന്നുന്നില്ല. അതിന്റെ അടിയത്തും കൂടി വിളിച്ചാ. അടിയത്തിന് വിളിച്ചോളൂ. തലപ്പേരെത്താ? കോഴിപ്പറമ്പൻ. കോഴിപ്പറമ്പൻ. ഐ ഡിഡ്ന്റ് മീ. ആ ഞാനെന്താണ് അതല്ല പറഞ്ഞതേ. ഞാനല്ല പറഞ്ഞേ. ഫാത്തിമ ഷഹസ അവിടെ ഉണ്ടോ? ഫാത്തിമ ഷഹസ ആ വരുന്നു. അതാ വരുന്നു. ഫാത്തിമ സേസ ഓൺ ദ സ്റ്റേജ്. യെസ് നല്ലൊരു കൈയ്യടി കൊടുക്കീങ്ങള്. ഏറ്റുവാങ്ങട്ടെ. ആ ഇതാണോ? അതായത് ഇവിടുത്തെ LKG ന്യൂ അഡ്മിഷൻസ് അങ്ങനെയാണോ? കുട്ടികളെ സമ്മാനം വാങ്ങിക്കോ. ഫാത്തിമ ഷൈസ KP ഡോട്ടർ ഓഫ് ജാഫർ സാദത്ത് കോഴിപ്പറമ്പൻ. നല്ലൊരു അടിച്ചാണി. അല്ല കൈയടിച്ചാണി. നല്ലോണം അടിച്ചേ. അടുത്തതായി എന്താ തന്തപ്പുടി നമ്മളെ എല്ലാരും ഇതാക്കിക്കൊണ്ട് തന്തപ്പുടി എടുക്കാൻ പോവാണ്. തന്തപ്പുടി ഒന്നെടുത്താ മതിട്ടാ അല്ലേ? നല്ല വലിപ്പമുള്ള പച്ചി. ഞാൻ വായിച്ചോ അത് എനിക്ക് തരണോ? പച്ചി വായിച്ചോ? അല്ലല്ല ഇത് വായിച്ചോ. ഇതന്നല്ലേ വായിച്ചാ നല്ലത്. മിഞ്ഞാമിനിങ്ങോ അല്ല സ്കൂളിലൊക്കെ വിട്ടത് എന്തിനാന്നുള്ള ഞങ്ങൾക്ക് അറിയണം. ക്ലാസ്സിൽ തോറ്റതല്ലടാ. മിഞ്ഞാന്ന് ഒരു മനുഷ്യന്റെ പേര് മിഞ്ഞാന്നോ? മിഞ്ഞാന്ന് MK. മിഞ്ഞാന്ന് MK. ഞാൻ പറയട്ടെ. ഇത് മിഞ്ഞാന്ന് നടാ. മിനിഹാജ് MK. ഒരു മനുഷ്യന്റെ പേര് മിഞ്ഞാന്ന്. സൺ ഓഫ് ബഹറൂൺ. ഇന്നലെ മിനിഹാജ് MK.